Happy New Year! Welcome to 2025. ഇപ്പൊ ഞങ്ങളിവിടെ ലുസൈലാണ്, ലുസൈൽ ബുൾവാർഡിലാണ്. ഇവിടെ ന്യൂ ഇയറിന്റെ പൊളി വൈബ്. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ വേൾഡ് കപ്പിന് വന്ന കണക്കുള്ള ഒരു പൊളി വൈബാണ് കേട്ടോ. ഓക്കെ കമോൺ, അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്തോ. കമോൺ. ഞങ്ങൾ മെട്രോയിലാണ് പോയത്. അന്ന് ഭയങ്കര തിരക്കായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇത് കാണുമ്പം ഈ തിരക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? വേൾഡ് കപ്പിന് വന്നതാണൊക്കെയുള്ള ഒരു തിരക്കാട്ടോ. നമ്മൾ ഫുട്ബോൾ വേൾഡ് കപ്പ് എങ്ങനെയായിരുന്നു ഉള്ളൊരു ആംബിയൻസ്, അങ്ങനത്തെ രീതിയിലായിരുന്നു എവിടെ നോക്കിയാലും. അവസാനം ഞങ്ങൾ ഇവിടെ ഫയർ വർക്ക് നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പം ഫുൾ ആൾക്കാരാണ്, നിറഞ്ഞിരിക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാരോളം അവിടെ ഉണ്ടായിരുന്നു ഫയർ വർക്ക് കാണാൻ വേണ്ടി. ഏറ്റവും കൂടുതൽ ആവേശമായിരുന്നു ഞങ്ങളുടെ ഇബൂമ്മയ്ക്കായിരുന്നു. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയം മുതലേ, മെട്രോയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം മുതലേ അവിടെ എത്തിയത് വരെ ഫുൾ ആവേശമായിരുന്നു. എല്ലാവരോടും വർത്തമാനമായിരുന്നു. ഭയങ്കര വെളിയും ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. പൊളി വൈവായിരുന്നു ഇവാൻ. ഫയർ വർക്ക് തുടങ്ങിയത് മുതലേ ഭയങ്കര ഒച്ചപ്പാട് ബഹളമായിരുന്നു. കാണുമ്പോൾ ഒരു പ്രത്യേക ഡിസൈനിൽ ഇങ്ങനെ അത് പൊട്ടി വരുമ്പോൾ ഭയങ്കര വിളിയായിരുന്നു. പിന്നെ ഒത്തിരി കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു മക്കളൊക്കെ എല്ലാം അപ്പന്മാരുടെ തോളിൽ തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുള്ളത്, ഒത്തിരി രാജ്യങ്ങളുള്ള പൗരന്മാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 50-100 പരം അധികമുള്ള രാജ്യക്കാരും അന്നവിടെ ഉണ്ടായിരുന്നു. കാരണം മെയിനായിട്ടൊന്ന് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നവരായിരുന്നു എല്ലാവരും. ഇബൂമ്മയുടെ ഈ സൗണ്ടും ഒച്ചപ്പാടും ആവേശമൊക്കെ കണ്ട് ഞങ്ങൾ പുറകിൽ നിൽക്കണവരൊക്കെ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് നോക്കണോ. ഈ കുട്ടിയുടെ ഒരു ആവേശവും ഒരു സെലിബ്രേഷൻ കണ്ട അവർക്കൊരു സന്തോഷം. കുറച്ച് വെള്ളക്കാരൊക്കെ ബാക്കിൽ നിന്നിട്ട് ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ 10 മിനിറ്റോളം നീണ്ടു നിന്ന ഫയർ വർക്കിന് ശേഷം എല്ലാവരും ഇങ്ങനെ മടക്കയാത്ര തുടങ്ങി. പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് നാളെ വർക്കുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര റഷായിരുന്നു മെട്രോയിലെത്താൻ വേണ്ടി. പിന്നെ വേറെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ തിരക്ക്. കാരണം മെട്രോയിൽ കയറാൻ വേണ്ടി ഭയങ്കര ഉന്തും തള്ളലും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളും നടന്നൊരു രാത്രി കൂടിയായിരുന്നു അന്നത്തെ ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു 2025 വർഷം നല്ല മനോഹരമായ വർഷമായിട്ട് മാറട്ടെ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു 2025 വർഷം. ബൈ, താങ്ക് യു ഓൾ, ടേക്ക് കെയർ.